കുക്കു എണീറ്റ് എണീറ്റുണ്ടാ എന്നാ പോവണ്ടേ? നല്ല സുലൈമാനി, നല്ല കാറ്റ്, കടല്, ബ്രെഡ്. മനോഹരമായിട്ടുള്ള സ്ഥലമാണ്. ഇതിലൊക്കെ ഇങ്ങോട്ട് വീടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇതിലൊക്കെ പോയി കഴിഞ്ഞാൽ ഇനി അവിടെയൊക്കെ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ വരുമോ എന്താ അറിയില്ല. ഇതിപ്പോ ഇതിന്റെ കേബിളാണോ? ഇതിന്റെ കേബിൾ തന്നെയാണ് അല്ലേ? നിങ്ങൾക്ക് മലയാളം ഹായ് ചെയ്യാൻ പറയാം. എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പറയാൻ കുക്കു ഇല്ലാട്ടിൻ്റെ അപ്പം കുക്കു ബാക്കിലില്ല, കുക്കു എണീറ്റില്ല. ഞങ്ങൾ ഇന്നലെ നമ്മൾ വീഡിയോ നിർത്തിയിരുന്നത് ഇവിടെയായിരുന്നു, കുമ്പളം എന്ന് പറയുന്ന സ്ഥലത്ത്. ഞങ്ങൾ ഇന്നലെ കിടന്നിരുന്ന സ്ഥലമാണ് കേട്ടോ. അതുകൊണ്ട് ടൂറിസ്റ്റുകളാണ്, ടൂറിസ്റ്റ് ബസ്. ഇതൊരു പമ്പാണ്, HPയുടെ പമ്പിൻ്റെ പാർക്കിംഗ് ആണ്. അപ്പോൾ അവരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഇവിടെ ഇടാം, മറ്റ് വണ്ടികളൊക്കെ രാവിലെ പോകുന്നതാണ്. പക്ഷേങ്കിൽ നമ്മൾ എണീറ്റപ്പോഴും അവർ എണീറ്റില്ല. അപ്പോൾ സമയം എന്ന് പറയുന്നത് ഒരു 6-6:30 ആയി, ഏകദേശം ആ ടൈമൊക്കെ ആയിട്ടുണ്ടാവും. എണീറ്റില്ല. ഏതായാലും ഞങ്ങൾ ഇന്നലെ എവിടെയാണ് കടന്നത്. നമ്മളുടെ വണ്ടി ഇതാ. ഞാനിപ്പോൾ എണീറ്റേ ഉള്ളൂ, കുക്കും എണീറ്റില്ല. തമ്പിലിന് കണ്ടാണ്ട് ആരും തെറ്റിദ്ധരിക്കരുത്. സത്യത്തിൽ തമ്പിലിന് എന്ന് പറഞ്ഞാൽ സംഭവമാണല്ലോ. അപ്പോൾ ഞങ്ങളെങ്ങനെ കിടക്കൽ എന്നുള്ളത് പുതിയ ആളുകൾക്കൊന്നും അറിയില്ല. കൊതുകുവല ഞാനിപ്പോൾ ഈ ട്രിപ്പിനാണ് ഇത് യൂസ് ചെയ്യുന്നത്. സംഭവം നമ്മുടെ കയ്യിലുണ്ടായിരുന്നു. പക്ഷേങ്കിൽ ഇത് ഇട്ടിട്ട് നല്ല സുഖമാണ് കിടക്കാൻ. കൊതുകിൻ്റെ ശല്യം വളരെ കുറവാണ്, വളരെ നല്ല, തീരല്ല. കൊതുകിനെ കയറാൻ വേണ്ടി കഴിയുന്നില്ല. പക്ഷേ ഇന്നലെ ഇത്രയും ഗ്യാപ്പ് മേലേക്കാണുള്ളത്. നമുക്ക് താഴത്തേക്കാൻ ഇത്രയും ഗ്യാപ്പ് വേണ്ടത്. ഇപ്പോൾ ഉണ്ടോ കുക്ക് കിടക്കുമ്പോൾ തന്നെ കാലൊക്കെ ഉണ്ടോ? കുക്ക് എണീറ്റുണ്ടാ? എന്നാ പോവണ്ടേ? അപ്പോൾ ഇങ്ങനെയാണ് ഞങ്ങളുടെ ബെഡിൻ്റെ ഒരു സിസ്റ്റം എന്ന് പറയുന്നത്. ഇപ്പോൾ അവൻ കാല് നീട്ടിയാൽ തന്നെ അവിടെ വരെ വരും, ഉണ്ടാവും. സുഖമായിട്ട് കിടക്കാം. ഈ എൻ്റെ സൈഡിൽ ഒന്ന് കറക്റ്റ് കിടന്നോ? ഇവിടെ നിൽക്കുന്നതിന് ഞാനിവിടെയാണ് നടക്കാറ്. ഇവിടെ നിൽക്കുന്നതിന് സുഖമായിട്ട് കിടക്കാം, പ്രശ്നമൊന്നുമില്ല. കൊതുകുപോലെ ഇട്ടപ്പം അടിപൊളിയായി. ലോക്കോ കൊതുക് കടിച്ചെന്നല്ലേ? കൊതുക് കടിച്ചില്ല. ഇല്ല, കൊതുക് ഉണ്ടായിന്. കൊതുകുണ്ട്, പക്ഷെ കടിച്ചിട്ടില്ല. പിന്നെ നമ്മളുടെ കുക്കിങ് കാര്യമൊന്നും ഇപ്പോൾ ഇവിടുന്ന് ചെയ്യാൻ വേണ്ടി കഴിയില്ല. കാരണം പമ്പ അത്ര അടുത്തായതുകൊണ്ട് നമ്മൾ ഇവിടുന്ന് ചെയ്യുന്നില്ല. ഫുൾ സാധനം ലോഡാണ്. നമ്മളുടെ ബെഡൊക്കെ ഇറക്കി ലോഡാക്കിയിട്ട് നമ്മൾ മംഗലാപുരം വൈക്ക് പിടിക്കുവാണ്. മംഗലാപുരം വൈക്കതാ അങ്ങനെ പോയി കഴിഞ്ഞാൽ മംഗലാപുരം വൈക്ക് പിടിക്കുവാണ്. അപ്പോൾ നമ്മളുടെ വീഡിയോ ഒന്ന് ഇവിടുന്ന് തന്നെ സ്റ്റാർട്ടാക്കാൻ കരുതി. നിങ്ങൾക്ക് ഇതൊക്കെ ഒന്ന് കാണിച്ചു തന്നിട്ട് സ്റ്റാർട്ടാക്കാൻ കരുതി. അപ്പോൾ എന്തായാലും ചാനൽ ആദ്യമായിട്ട് വീഡിയോ കാണുന്ന ആളുകളാണ് തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്താനും മറക്കരുത്. ഞാനും കുക്കും നാട്ടിൽ നിന്ന് ഈ ഓട്ടോ കൊണ്ടാണ് ഇറങ്ങിയിട്ടുള്ളത്. എത്ര ദിവസം എവിടേക്കാണ് എന്നുള്ളതൊന്നും കറക്റ്റായിട്ടുള്ളത്. നമ്മളൊരു മുംബൈ സൈഡ് പിടിക്കുകയെന്ന് മാത്രമാണുള്ളത്. അതിനപ്പുറത്തേക്ക് എവിടേക്കൊക്കെ എത്തും അല്ലെങ്കിൽ അവിടെ വരെ എത്തും എന്നുള്ളത് പോലും നമ്മൾക്കറിയില്ല. കാരണം അത്തരത്തിലൊരു സ്ഥലം വെക്കാത്തത് കഴിഞ്ഞ ട്രിപ്പിൽ തന്നെ ഒരു നിരാശയിൽ മടങ്ങേണ്ടി വന്നതാണ്. ഇപ്രാവശ്യം ഞാൻ പാടില്ല. അതുകൊണ്ടാണ് അത്തരത്തിൽ ഇന്ന സ്ഥലത്തേക്ക് എത്തണം എന്നുള്ളൊരു ആഗ്രഹമായിട്ട് പോകാത്തത്. അപ്പോൾ എന്തായാലും പറഞ്ഞ പോലെ ഞങ്ങൾ ഇവിടുന്ന് ഇനി ഇതൊക്കെ മടക്കി വെച്ച് സംഭവങ്ങളൊക്കെ സെറ്റാക്കിയിട്ട് വണ്ടി ഓടിക്കാനുള്ള തരത്തിലാക്കിയിട്ട് ഇവിടുന്ന് ഇറങ്ങും. പോകുന്ന വഴിക്ക് പലജാതി കാഴ്ചകൾ ഉണ്ടാവും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. പോകുന്ന വഴിക്ക് അങ്ങനെ കാഴ്ചകളും കണ്ടുപോകാം. അല്ലേ, മംഗലാപുരത്തിലേക്ക് വെറും 28 കിലോമീറ്റർ മാത്രമാണുള്ളത്. ഹൈവേയുടെ പണി ഇന്നലെ പറഞ്ഞ പോലെ തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളിപ്പോൾ നമ്മുടെ ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റ് കഴിഞ്ഞിട്ടോ. ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റ് നമ്മളുടെ ചെക്ക് പോസ്റ്റ് മെയിൻ ചെക്ക് പോസ്റ്റ് ആണ്. അത് നോക്കണം, എവിടെ ഞാൻ തടയി വന്നോ ഒന്നും അറിയില്ലല്ലോ. പോയി നോക്കാം. റോഡൊക്കെ ഇങ്ങനെയൊക്കെ ആയിട്ട് കിടക്കുവാണ്. യാത്ര ആരംഭിച്ചിട്ടുണ്ട്. ഫുള്ള് പണിയാണ്. അതെ. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും ടോൾ കൊടുക്കില്ല എന്നുള്ള വാശിയിലാണ്. ഞങ്ങൾ ടോൾ കൊടുക്കാതെ പോവുകയാണ്. സത്യം പറഞ്ഞാൽ ഓട്ടോയ്ക്ക് ടോൾ വേണ്ട കേട്ടോ. നമുക്കിതാ ഈ കാണുന്ന സ്പേസ് ആണുള്ളത്. ഇതിനോട് കൂടെ കറക്റ്റ് കൊണ്ടുപോകണം. ഇത് നമ്മളെ വണ്ടിക്ക് കറക്റ്റാക്കി ഉണ്ടാക്കിയേക്കാണ്. അതുപോലെ നമ്മൾ വണ്ടി കറക്റ്റാക്കി ഉണ്ടാക്കിയേക്കാണ്. ഞങ്ങളപ്പോൾ കർണാടകത്തിലേക്ക്, അതായത് നമ്മുടെ ചെക്ക് പോസ്റ്റ് കഴിഞ്ഞ് കർണാടകത്തിലേക്ക് കയറിയിട്ടില്ല. അവരുടെ ചെക്ക് പോസ്റ്റ് എത്തിയില്ല. അപ്പോൾ നമ്മൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ ഒന്നും യാതൊരു പ്രശ്നമല്ല കേട്ടോ. ഇനി നമ്മളങ്ങനെ കർണാടകത്തിലേക്ക് എത്തും. നിനക്ക് എന്താണ് പറയാനുള്ളത് ഈ ഒരു നിമിഷം? ഒന്നും പറയാനില്ല. ഇവിടെ ബന്ധത്തെ പറയാം, ബന്ധത്തെ. അപ്പോൾ അങ്ങനെ ഞങ്ങളിനി കർണാടകത്തിൽ കളിക്കട്ടോ. അങ്ങനെ കർണാടകത്തിന്റെ മണ്ണിലൂടെ ഞാനും കുക്കും സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. കേരളം
ഇങ്ങോട്ട് ആദ്യത്തെ സ്റ്റേറ്റ് കേട്ടോ. കാരണം നമ്മൾ നാടുകാണി വഴിയൊക്കെ കയറുവാണെങ്കിൽ തമിഴ്നാട് ഇടയിൽ പെടുമായിരുന്നു. പക്ഷേ ഇതുവഴി വരുമ്പോൾ നമുക്ക് നേരെ ഡയറക്റ്റ് കർണാടകത്തേക്കാണല്ലോ. ഇനി എങ്ങനെയാണ് പ്ലാന് കാര്യം ഒന്നും അറിയില്ല. നമുക്ക് കുറച്ചുകൂടി മുന്നിലേക്ക് പോയിട്ട് കുക്ക് ചെയ്യാൻ പരിപാടിയൊക്കെ ഉണ്ട്. ഇത്തരം കാര്യങ്ങളൊക്കെ നോക്കട്ടെ. ഹെൽമെറ്റ് വേണമെങ്കിൽ വാങ്ങിക്കൊള്ളട്ടാ. ഞങ്ങൾ ഇതുപോലത്തെ ഒരു സ്ഥലത്ത് ഇങ്ങനെ വണ്ടി നിർത്തിയിട്ടുണ്ട്. നല്ല തണലാണ്, നല്ലൊരു ചീനിയുണ്ട് ഇവിടെ. ഇതിന് ചൂട്ടി നിർത്തിയേക്കുവാണ്. നമ്മുടെ രാവിലത്തെ കുക്കിങ് കാര്യമൊക്കെയാണ്. കുക്കിങ് കാര്യമൊക്കെ കഴിഞ്ഞാൽ നമ്മളിപ്പോൾ തന്നെ ഒറ്റ വെപ്പാണ് വെക്കുന്നത്. ഉച്ചയ്ക്ക് കഴിക്കാനും രാത്രിക്ക് കഴിക്കാനൊക്കെ ഒറ്റ വെപ്പ് കുക്ക് ചെയ്യുക. അതുപോലെ തന്നെ ചായ തന്നെ ഇപ്പം ഉണ്ടാക്കും. അത് വൈകിട്ട് വരെ കുടിക്കാനുള്ള ചായ അതിലുണ്ടാവും. അങ്ങനെയാണ് ഞങ്ങൾ സാധാരണ ചെയ്യൽ. കാരണം ഇനി ഒരു കത്തിക്കൽ അടുപ്പ് കത്തിക്കില്ല. ഇനി ഇതുപോലെ ഒരു സ്ഥലത്ത് കുക്കിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ നിർത്തില്ല. ആ ഇലക്ട്രിക് പോസ്റ്റൊക്കെ കണ്ടെങ്കിൽ ഇതൊക്കെ ഹെവി ആട്ടോ, നല്ല പവറായിരിക്കും. മാംഗ്ലൂരിലേക്ക് മംഗലാപുരത്തേക്കാണ് അത് പോകുന്നത്. ഇനി ഞങ്ങളിതൊക്കെ റെഡിയാക്കിയിട്ട് ഞങ്ങൾ യാത്ര തുടരും. ഓക്കെ, എന്താ നമ്മളുടെ വണ്ടിമേ ഒരു കേബിൾ മാത്രം ശ്രദ്ധിച്ചിരുന്നില്ല. അപ്പോൾ അത് ചിലപ്പോൾ പണിയാവും. കാരണം എന്ന് വെച്ചാൽ കംപ്രസർ കേബിളാണ്, സ്റ്റാർട്ടിങ്ങിൻ്റെ കേബിള്. അപ്പോൾ ആ ഒരു കേബിളിന് വർക്ക്ഷോപ്പ് നോക്കിക്കൊണ്ടിരിക്കുവാണ്. ഇവിടെ എവിടെയോ ഉണ്ടെന്ന് പറഞ്ഞു. ഞങ്ങളിപ്പോൾ ഒരു വർക്ക്ഷോപ്പിൽ, പക്ഷേ TVSൻ്റെ കമ്പനിയായിരുന്നു. ഇവിടെ എവിടെ ഒരു വർക്ക്ഷോപ്പ് ഉണ്ടെന്ന് പറഞ്ഞു. അവിടെ ഒന്ന് കാണിച്ച് നോക്കണം. കംപ്രസർ കേബിൾ പൊട്ടിക്കഴിഞ്ഞാൽ സ്റ്റാർട്ടിങ് വീണ്ടും തള്ളേണ്ടി വരും. നോക്കാം. അതായത് നമ്മുടെ പ്രശ്നം എന്ന് പറയുന്നത് ഇതാണ്. ഉണ്ടാ ഈ കേബിൾ ഇവിടെ പൊട്ടാനായിണ്ടാ. അപ്പോൾ ഇവിടെ ഒരു ഗാരേജിലാണ് വന്നത്. പക്ഷേങ്കിൽ ഇവിടെ എന്താ വെച്ചാൽ TVSന് ഒരു കമ്പനി, പെട്രോളിന് ഒരു കമ്പനി, ഡീസലിന് ഒരു കമ്പനി, അങ്ങനെ ഓരോ ഗ്യാരേജുകളായിട്ടാണ്. അങ്ങനെ ഓരോ ഇതിപ്പോൾ ഇവിടെ പെട്രോൾ മാത്രമേ ചെയ്യുന്നുള്ളൂ. ഇവിടെ പെട്രോളിൻ്റെ പണി മാത്രം എടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഇവിടെ ഡീസൽ കിട്ടില്ല. ഇനി നമ്മൾ അവിടെ പോയിട്ട് U-turn എടുത്ത് വീണ്ടും നമ്മൾ വന്നോട്ട് കുറച്ച് അവിടെ പോകണം. 1 കിലോമീറ്ററോളം പോകണം. അവിടെയാണുള്ളത്. അപ്പോൾ അവിടെ ഒന്ന് കാണിച്ച് നോക്കട്ടെ. അവിടെ ഒന്ന് പോയി നോക്കട്ടെ കേട്ടോ എന്താ അവസ്ഥ. അല്ലെങ്കിൽ അവിടെ നിന്ന് തന്നെ മടങ്ങേണ്ടി വരുമോ? കിട്ടുമോ? പണി കിട്ടുമോ? പണിയൊന്നും കിട്ടില്ല. അതായത് നമ്മൾ ഇവിടുന്ന് U-turn എടുക്കണം. U-turn ഇനി എവിടെ കിട്ടുക അറിയില്ല. U-turn എടുത്ത് വന്ന വഴി തന്നെ പോകണം, തിരിഞ്ഞ് മറിഞ്ഞ് പോരണം. അപ്പോൾ അതിൽ കയറിയുണ്ട്. U-turn കിട്ടുക എവിടെ? നമ്മൾ ആ സർവീസ് റോഡ് പോകണമെങ്കിൽ ഇതിൻ്റെ താഴത്ത് കൂടെ കിട്ടുമായിരുന്നല്ലോ അല്ലേ? എന്തൊരു കഷ്ടല്ലേ. നമ്മൾ താഴത്ത് കൂടെ ആയിരുന്നു പോകേണ്ടിരുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് U-turn കിട്ടിയിരുന്നു. ഇതിപ്പോൾ എന്താ വെച്ചാൽ നമ്മൾ മേലെ കൂടെ പോകുന്നത്. ഈ ബ്രിഡ്ജ് കഴിഞ്ഞിട്ട് കിട്ടുവാണെങ്കിലേ ഉള്ളൂ. ഇല്ലാന്നാണെങ്കിൽ എനിക്ക് അങ്ങനെ പോയി നോക്കണം. ആകെ 2-3 ഉള്ളിലേക്കുള്ളതേ ഉള്ളൂ. അതൊരു പൊട്ടിക്കഴിഞ്ഞാൽ കഴിഞ്ഞു. പിന്നെ വീണ്ടും തള്ളേണ്ടി വരും. ശരിക്കും ഇവിടെയാണ് നമുക്ക് U-turn കിട്ടുക. താഴത്ത് ഇവിടെയാണ് U-turn കിട്ടുക. അത് നമ്മൾ ഈ ഓവർ ബ്രിഡ്ജ് കയറിയതാണ് പേച്ചത്. ഓവർ ബ്രിഡ്ജ് കയറിയില്ലെങ്കിൽ നമുക്ക് അങ്ങനെ കറങ്ങി അതിൽ തന്നെ പോയിട്ടുണ്ടെങ്കിൽ സുഖമായിരുന്നു. ഇതിപ്പോൾ ഇനി എത്ര കിലോമീറ്റർ പോകണമാവോ ഒരു എക്സിറ്റ് കിട്ടാൻ? എന്ത് കഷ്ടമാണ്. അല്ലാത്ത കണ്ടോടാ അത് കർണാടകയിൽ കണ്ടോ ക്രിക്കറ്റ് വെച്ചാണ്ടോ പിന്നെ കമ്പനിയായിട്ട് ഉണ്ടാക്കണം കണ്ടോ. പലതും ഉണ്ടാക്കിയുണ്ട്. കൂടാണ്ട് കുഞ്ഞ് ശരിയാക്കണുണ്ടോ. അവിടുന്ന് പുലിയാണ്. പുലിയുണ്ട്. ഒക്കെ പുലി തന്നെ. പുലി സ്റ്റാർ. മംഗലാപുരത്ത് നിന്ന് ഞങ്ങൾ അങ്ങനെ മുംബൈ സൈഡേക്ക് പോവാണ്. സത്യം പറഞ്ഞാൽ ഞങ്ങൾ ഗോവ പിടിക്കുന്നില്ല കേട്ടോ. ഗോവ ഞങ്ങൾ പിടിക്കുന്നില്ല. കാരണം എന്താ വെച്ചാൽ ഇപ്പം തൽക്കാലം നമ്മൾ ആ ഒരു സ്റ്റേറ്റിലേക്ക് കൂടി കയറണ്ടേ. അപ്പോൾ അതുകൊണ്ട് പറ്റുവാണെങ്കിൽ റിട്ടേൺ അതിലാണെങ്കിൽ നമുക്ക് അപ്പോൾ നോക്കാം, ഇല്ലാണെങ്കിൽ പിന്നെ നോക്കാം. ഇവിടെ കണ്ടെങ്കിൽ നമ്മളുടെ എല്ലാ വലിയ വലിയ ടൗണുകളിലും നഗരങ്ങളിലും ദേശീയ പാതകളിലൊക്കെ ഈ ഒരു സംഭവം അല്ലേ, നമ്മളുടെ ഫ്ലാഗ് ഇങ്ങനെ പാറി പറക്കും. പക്ഷേങ്കിൽ ഇത് ആകെ ചെളി പിടിച്ചിട്ടുണ്ട് കേട്ടോ. ഈ ഫ്ലാഗേ ഇതാകെ ചെളി പിടിച്ചിട്ടുണ്ട്. കാണുന്നുണ്ടോ അല്ലേ? പിന്നെ തീർച്ചയായും അതായത് അത് എന്താ പറയുക, നമ്മളവിടെയൊക്കെ ഈ ആഗസ്റ്റ് 5 കഴിഞ്ഞിട്ട് ഊരണം എന്നാണല്ലോ. അങ്ങനെ ഊരാത്തതുകൊണ്ട് അത് ആകെ ചെളി പിടിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ അത് ചേഞ്ച് ആക്കാനായിരുന്നു. വൃത്തിയില്ലാത്ത കളറൊക്കെ പോയി വൃത്തിയില്ലാതായി. ഇത് നമ്മൾ ഈ ഹൈവേ തന്നെയാണ്. അങ്ങനെ പോയി നോക്കുക. വർക്ക്ഷോപ്പ് കിട്ടിയില്ല, വർക്ക്ഷോപ്പ് കിട്ടണം നോക്കുന്നുണ്ട്. ഒറ്റപ്പെട്ട സ്ഥലങ്ങളിലൊക്കെ പോയി കഴിഞ്ഞാൽ പണിയാവും. അതെ അതെ, 2 സൈഡും നോക്കുന്നുണ്ട്. പക്ഷെ എവിടെയും കാണാനല്ലോ. എന്താ ചെയ്യാ. ലാസ്റ്റ് അലഞ്ഞു തിരിഞ്ഞ് ഞങ്ങൾക്കൊരു വർക്ക്ഷോപ്പ് ആൻഡ് ബോഡി വർക്ക്ഷോപ്പാണെന്ന് തോന്നുന്നു. അങ്ങനെ എന്തോ ആണ് നമ്മൾ കിട്ടിയത്. ഇവിടെ വരും.
ये केबल कंप्रेस्ड केबल शॉक नहीं है, हार्स नहीं है, डीजल गाड़ी है, डीजल गाड़ी है। हाँ डीजल गाड़ी എവിടെ കിട്ടും? അത് ഓൾദിക്ക് പല്ലേ തമിഴ് മുളിച്ച് കമ്പനി ഷോറൂം അത് മംഗളൂർ പോകും. മംഗളൂർ പോണോ? ഇവിടെ ഒന്നുമില്ല. ആ മംഗളൂർ ഇവിടെയൊക്കെ ഇവർ പെട്രോളാണ് യൂസ് ചെയ്യണത്. ഇവരുടെ വണ്ടിയൊക്കെ പെട്രോള്, CNG, അതേപോലെ തന്നെ പെട്രോൾ, CNG, LPG, ഇലക്ട്രിക് അല്ലേ? ഡീസലില്ലല്ലേ? ഇവിടെ നിന്ന് 10-12 കിലോമീറ്റർ ബാക്കൊക്കെ പോകണം വർക്ക്ഷോപ്പിന്. മാംഗ്ലൂരാണുള്ളത്. നമ്മളിപ്പോൾ അവിടെ നിന്നാണ് വരുന്നത്. നമുക്കിപ്പോൾ അവിടെ നിന്ന് ഏകദേശം 12 കിലോമീറ്റർ അങ്ങോട്ട് പോകുന്നു. വീണ്ടും അങ്ങോട്ട് തന്നെ പോകണം. എന്നാലേ നമുക്ക് ഈ കേബിൾ ചേഞ്ച് ആക്കാതെ പോയാൽ നമ്മൾ വീണ്ടും തള്ളി നടക്കേണ്ടി വരും. ഞങ്ങൾ പോയോട്ടോ കേട്ടോ. ഓക്കെ. പ്രോബ്ലം ഈ കേബിൾ കംപ്രസ് കേബിൾ എന്താ അത് ചോക്കല്ലേ കംപ്രസർ. ആ നിങ്ങൾ പോയേക്കാ ലോക്കോ? ഞങ്ങളങ്ങോട്ട് പോയോട്ടെ. ഓക്കെ താങ്ക് യു. ആ ഞങ്ങൾ പെട്ടല്ലത് ഇവിടെ ആരും ഡീസൽ ഉപയോഗിക്കണല്ലോ കേട്ടോ. വല്ലാത്ത മതി വല്ലാത്ത മതി. ഞാൻ അങ്ങോട്ട് 12 കിലോമീറ്റർ തന്നെ പോവാം. അരമണിക്കൂർ കൊടുക്കും. പോയോക്കാം. നല്ല വേറെ എന്താട്ടോ. അങ്ങനെ നമുക്ക് ബജാജിൻ്റെ ഷോറൂം ഇവിടെ നമ്മുടെ റിജക്റ്റ് അടിച്ചാൽ ഇവിടെ ജെറ്റ് അടിക്കാൻ ചാൻസ് കമ്മിയാണ്. ഇത് സംഭവം നിസ്സാരമല്ല കേട്ടോ. വലിയൊരു ഷോറൂമാണ്. കണ്ടാ ഓട്ടോറിക്ഷയും ഗൂഡ്സ് ഇവരുടെ എല്ലാ സംഭവം ബജാജിൻ്റെ എല്ലാ സംഭവം ഇവിടെ ചെയ്യുന്നുണ്ട്. നമ്മളുടെ കേബിൾ ഇങ്ങനെ എപ്പോഴും മാറ്റി തരാറില്ല. ബൈക്കും കാര്യമൊക്കെ കംപ്ലീറ്റ് എല്ലാ വണ്ടികളും ബജാജിൻ്റെ അതുപോലത്തെ എല്ലാ വണ്ടികളും ചെയ്യുന്നുണ്ട്. സർവീസ് ഇറക്കം ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾക്കിപ്പോൾ ഇത് ചേഞ്ച് ആയാലും ഇനി പോകാൻ വേണ്ടി പറ്റുമോ? എപ്പോഴാണ് ചേഞ്ച് ആക്കി തരികയാണാവോ? അത്ര കഷ്ടം. ഇതെന്താ വെച്ചാൽ നമ്മൾ ശ്രദ്ധിച്ചില്ല. ഇപ്പോൾ വർക്ക്ഷോപ്പുകാരെ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. നമ്മൾ ശ്രദ്ധിക്കണം. നമ്മളിതൊക്കെ നോക്കണം. നമ്മൾ വലിയൊരു യാത്ര പോകുമ്പോൾ നമ്മൾ തന്നെയാണ് കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. ഞാനത് ശ്രദ്ധിച്ചില്ല കേബിളിൻ്റെ കാര്യം. ആ കേബിൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഈ ഒരു അവസ്ഥ ഇവിടെ ഉണ്ടാവില്ല. പിന്നെ അത് മാത്രമല്ല, ഞങ്ങൾ പെട്രോൾ പമ്പിൽ സാധാരണ എണ്ണ അടിക്കാറില്ല. പക്ഷേങ്കിൽ അതായത് വണ്ടിക്ക് ഡയറക്റ്റ് അടിക്കില്ല, നേരെ ടാങ്ക് അടിക്കും. പിന്നെ അടിച്ചതാണിത് ഉണ്ടാവും. പിന്നെ ഞാനത് അടിക്കാൻ പറഞ്ഞപ്പോൾ അങ്ങനെ ഒലിച്ചിറങ്ങിപ്പോയി. അപ്പോൾ കംപ്ലീറ്റ് കുറേ എണ്ണ അങ്ങനെ പുറത്തേക്ക് പോയിട്ട് അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ക്യാമറ, വ്ളോഗിങ്, യൂട്യൂബ് വണ്ടിക്ക് ഇപ്പം തന്നെ ആകെ പൊടിയും ചളിയൊക്കെ ആയി. 12 കിലോമീറ്റർ അപ്പുറം ഇങ്ങോട്ട് യൂട്ടേൺ എടുത്ത് ഓടി. യൂട്ടേൺ അടക്കം 14 കിലോമീറ്റർ ഇടും. 14 കിലോമീറ്റർ ഓടിയിട്ടാണ് നമ്മൾ ഈ ഒരു ഷോറൂമിലേക്ക് എത്തിയിട്ടുള്ളത്. ഇനിയിപ്പോൾ ഇവരുടെ ഇവിടുന്ന് എപ്പോഴാണ് ഇതൊക്കെ കഴിഞ്ഞ് നമ്മൾ പോകുകയെന്ന് അറിയില്ല. ഇപ്പം തന്നെ സമയം ഒരുപാട് വൈകി. 10-11 മണിയായി. നോക്കട്ടെ, കുഴപ്പമൊന്നുമില്ല. നമ്മളിപ്പോൾ മാറ്റിയിൽ അഡ്ജസ്റ്റ് ചെയ്ത് പോവുകയൊക്കെ ചെയ്യാം. ഇവിടെയാണ് കേബിൾ ഉള്ളത്. പക്ഷേ ഇവിടെ ഉള്ള കേബിൾ കോമ്പാക്ട് ചെയ്യണം. അതായത് പുതിയ മോഡൽ കേബിൾ ഇവിടെ ഉള്ളത്. ഈ ടൈപ്പ് ഇവർക്ക് വല്ലാതൊരു പരിചയം തന്നെയല്ല. മനസ്സിലായോ? അപ്പോൾ അത് ചേഞ്ച് ആക്കിക്കൊണ്ടിരിക്കുകയാണ്. വേറെ പ്രശ്നമൊന്നുമില്ല, വലിയ പ്രശ്നമൊന്നുമല്ല. ഒരു 3-4 ഇല്ലി അതിന് പൊട്ടിയിരിക്കണം. ഇനി റിസ്ക് കൊടുത്ത് പോകണ്ടല്ലേ എഴുതിയിട്ടാണ് മാറ്റുന്നത്. ചിലപ്പോൾ ഞങ്ങോട്ട് പോകുമ്പോൾ തീരെ കിട്ടിയില്ലെങ്കിലോ? ഇതന്നെ 12 കിലോമീറ്റർ ഇങ്ങോട്ട് വരില്ലോ. ഇത് കണ്ട ഇത്രയും പോയിട്ടുണ്ട്. ഞാൻ ആകെ ഇത്രേ ഉള്ളൂ. 2-3 ഉള്ളിയും കൂടി ഉള്ളൂ അല്ലേ? അപ്പോൾ 3 കൂടി ഉള്ളൂ. അപ്പോൾ പൊട്ടാൻ സാധ്യത കൂടുതലാണ്. ഒരുപാട് ദിവസം സ്റ്റാർട്ടിങ് വരുമ്പോഴേ കൂടുതലാണ്. കേബിൾ കിടക്കണം അല്ലാത്ത മതി. ഇതിപ്പോൾ ഇതിൻ്റെ കേബിളാണോ? ഇതിൻ്റെ കേബിൾ തന്നെയാണ് അല്ലേ? നിങ്ങൾക്ക് മലയാളം അറിയാം? കേരള എവിടെയാണോ? കാസർഗോഡ്. ആ കേരള ലുക്ക്. മൂപ്പര് കാസർഗോഡാണ്. നിങ്ങളുടെ പേരെന്താ അപ്പോൾ? ചേതൻ. ആ ഓക്കെ. മൂപ്പരുണ്ടായിരുന്നു ഭയങ്കര സപ്പോർട്ടായിട്ടോ. പിന്നെ ഇവരും തന്നെ നമ്മളെ ഈ കേബിൾ മാറ്റാൻ പറ്റൂല അറിയാം, കോമ്പാക്റ്റിൻ്റെ കേബിൾ ആയതുകൊണ്ടേ. പക്ഷേ ഞങ്ങളിങ്ങനെ ട്രാവൽ ചെയ്യുകയാണ്, യൂട്യൂബ് വ്ളോഗേഴ്സ് ആണെന്നൊക്കെ പറഞ്ഞപ്പോൾ ഇവരും തന്നെ ഒരു സപ്പോർട്ടായി. നമ്മൾക്ക് കാര്യങ്ങളൊക്കെ ഒന്ന് ഫാസ്റ്റാക്കി തരുന്നുണ്ട്. ഈ കേബിൾ ചേഞ്ച് ആക്കി തരുന്നതാണ്. സത്യം പറഞ്ഞാൽ ചേഞ്ച് ആക്കി തരാതെ നമ്മൾ വിടാലോ അവരുടെ. നമ്മൾ ഇവിടുത്തെ ആളുകളൊക്കെ സത്യം പറഞ്ഞാൽ ചിലപ്പോൾ ചേഞ്ച് ആക്കി തരില്ല പെട്രോൾ എടുക്കാൻ വേണ്ടിയിട്ട്. ഇവിടെ പെട്രോൾ, CNG, ഇലക്ട്രിക്കൊക്കെയാണ് അധികം ഉള്ളത്.
അപ്പോൾ നമുക്ക് എന്തായാലും ഇവർ ചേഞ്ച് ആക്കി തരുന്നുണ്ട്. നമ്മുടെ യാത്ര മുടങ്ങണ്ടെന്ന് കരുതിയിട്ടാവാം. അവർ യൂട്യൂബ് വ്ളോഗേഴ്സ് ആണെന്നൊക്കെ പറഞ്ഞപ്പോൾ ഓക്കെ ചേഞ്ച് ആക്കി തരാമെന്ന് പറഞ്ഞു. കാരണം ഈ കേബിൾ ഇതിൻ്റെ തന്നെയാണ്, പക്ഷേങ്കിൽ പഴയൊരു കേബിളാണ്. പുതിയ സാധനം നല്ലൊരു പഴയൊരു കേബിളാണ്. ഓൾഡ് സ്റ്റോക്കാണ്. ഓൾഡ് സ്റ്റോക്ക് എന്തായാലും കുഴപ്പമില്ല, നമുക്ക് ഓൾഡ് സ്റ്റോക്ക് ആയാലും വെക്കുമോ, തടസ്സം വരാൻ പാടില്ല. നമ്മുടെ ചാനലിൽ ആദ്യമായിട്ട് വീഡിയോ കാണുന്ന ആളുകൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതൊക്കെ യാത്രയ്ക്ക് ഉണ്ടാകുന്ന സംഭവങ്ങളാണ്. എന്നാൽ തന്നെ ഞാൻ നേരത്തെ കണ്ടതുകൊണ്ട് ഇതിപ്പോൾ പരിഹരിക്കാനായി. ഇത് പൊട്ടിയിട്ടാൽ കാണണമെങ്കിൽ കുറച്ച് ആ സൈഡിൽ ടയറിന് നമ്മൾ വന്ന് കാറ്റടിക്കണം പറഞ്ഞിരുന്ന് ഇറങ്ങിയപ്പോൾ അടിച്ചില്ല ഈ നേരം വരെയായിട്ട്. അത് അടിക്കണം. അത് ഇവിടെ നിന്ന് അടിക്കാൻ പറ്റുന്നുണ്ടാവും. ഇവിടെ നിന്ന് പറ്റണമെങ്കിൽ ഇവിടെ നിന്ന് അടിക്കുക. എല്ലാമാണെങ്കിൽ പോകുന്ന വഴിക്ക് ഇഷ്ടംപോലെ കടകളുണ്ട്. ഞാൻ മറന്നു പോയതാണ്, അടിക്കണം. അത് അടിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ എന്താ പറയുക പഞ്ചറാവാൻ സാധ്യതയുണ്ട്. ഞാൻ പഞ്ചർ കൂടി കിട്ടിക്കഴിഞ്ഞാൽ ഷെയറായി. പിന്നെ ഓക്കെ സ്റ്റാർട്ടായി ക്യാമറ സ്റ്റാർട്ടായി, വണ്ടി സ്റ്റാർട്ടായി. കംപ്രസർ മാറ്റി തന്നിട്ടുണ്ട്. എന്താ പറയണത്, നമുക്ക് ഇതൊന്നൊരു പെഡലായിട്ട് കണക്കൂട്ടരുത്. എന്താണെന്ന് വെച്ചാൽ പെടുന്നതിന് മുന്നേ മുൻകരുതലാണ്. ഇപ്പം മുൻകരുതലാണ്. പിന്നെ അടുത്ത് അപ്പോൾ പണികളൊക്കെ കഴിഞ്ഞു. അപ്പോൾ അങ്ങനെ ഞങ്ങളിവിടെ ഒന്ന് ഇറങ്ങുവാണ്. ഇന്നും തന്നെ നമുക്ക് കാര്യമായിട്ട് എടുക്കാൻ പോകാൻ വേണ്ടി കഴിഞ്ഞില്ല കേട്ടോ. കാരണം ഒരു വില്ലേജ് കയറാനോ എന്തെങ്കിലുമൊക്കെ ഒരു പുതുമ കയറി കാണാനോ ഒന്നും കഴിഞ്ഞില്ല. അപ്പോൾ എന്താ വെച്ചാൽ ഞങ്ങൾ പോവുകയാണ്. ഇനി നമ്മൾ ഗോവ സൈഡ് അങ്ങനെ പിടിക്കുവാണ്. ഓക്കെ, അവിടെ ഗേറ്റ് പാസ് ആയിട്ട് തന്നിരുന്നു. അപ്പോൾ അത് നമ്മൾ അവിടെ കൊടുക്കണം. അത് കൊടുത്ത് നമ്മൾ അങ്ങനെ പോവാം. ഈ ഹൈവേയിൽ അങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ മുംബൈ വാല ഇവിടുന്ന് 900 കിലോമീറ്റർ. അപ്പോൾ ഞങ്ങൾ ഏറടിക്കട്ടോ, ഏറടിക്കാനായിട്ട് ഇറങ്ങിയാണ്. ഏറടിക്കുന്നു, എയർ ചെക്കിങ്. എന്താ വെച്ചാൽ നമ്മളിപ്പോൾ ചെക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ഇതിങ്ങനെ ഓടുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഒരു പഞ്ചറിൻ്റെ വരാം. അത് ചിലപ്പോൾ നെക്കിനൊക്കെ ആകും വരാം. ഇതിൽ വല്ലാതെ കുറവൊന്നും ഉണ്ടാവില്ല. ഇതിലുണ്ടാവാൻ സാധ്യത ഉണ്ട്. ആരും അടിക്കണ്ടെന്നാലും പക്ഷേങ്കിൽ ഈ ടയറിനാണ് പറ്റിയല്ല, അത്യാവശ്യം കുറവുള്ളത് ഈ ടയറിലാണ്. കണ്ണുണ്ടോ? ഫ്രണ്ടിൽ ഓൾറെഡി ഇപ്പോൾ റീസോൾ ചെയ്ത ടയർ. ഇതിൽ എത്രയാണ് കമ്മിയുള്ളത്? അതാണ് നല്ല കമ്മിയാണ്, നല്ല കമ്മിയാണ്. ഇനി ഈ ടയർ ചെയ്യാൻ വേണ്ടി പറ്റില്ല. ഇനി ഇത് റീസോൾ ചെയ്യാൻ പറ്റില്ല. ഈ ടയറിൻ്റെ കഴിഞ്ഞിരിക്കണം. ഈ ഒരു ട്രിപ്പ് കൂടി കഴിഞ്ഞിട്ട് മാറ്റണം. വീഡിയോ യൂട്യൂബ് ബ്ലോഗ്. അതായതടാ ഇവിടെ കുറേ ആൾക്കാർക്ക് മലയാളമൊക്കെ ഏകദേശം പറഞ്ഞു കൊടുത്താൽ മനസ്സിലാവുന്നുണ്ട് അല്ലേ? ഇവിടെ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അതുപോലെ തന്നെ മലയാളം ഏറെക്കുറെ അറിയുന്ന ആളുകളൊക്കെയാണ് മംഗലാപുരം ഭാഗത്തൊക്കെ ഉള്ളത് കേട്ടോ. ഇപ്പോൾ ഓട്ടോക്കാരനാണെങ്കിലും സർവീസ് സെൻ്ററിലത്തെ ആൾക്കാരാണെങ്കിലും അവർക്കൊക്കെ മലയാളം ഏറെക്കുറെയൊക്കെ അറിയാം. അതന്നെ വലിയൊരു ആശ്വാസമാണ്. നമ്മൾ എവിടെയെങ്കിലുമൊക്കെ ഒന്ന് സൈഡാക്കണം, ഭക്ഷണം കഴിക്കണം, എന്നിട്ട് ഇനി ബാക്കി പരിപാടി ഉള്ളൂ. കാരണം നമ്മളിപ്പോൾ അവിടെ നിന്ന് സർവീസ് ചെയ്ത് പറഞ്ഞാൽ ഏകദേശം ഒരു 10-30 കിലോമീറ്ററൊക്കെ പോകുന്നു കേട്ടോ. 10-30 കിലോമീറ്ററൊക്കെ പോകുന്നു. അതിന് നല്ലൊരു തണൽ കാണുന്ന ഒരു ഏരിയയിൽ വണ്ടി നിർത്തണം. തണൽ എവിടെ കിട്ടും എന്നറിയില്ല. ഇത്ര അടുത്ത് നിർത്താൻ പറ്റില്ല, റോഡിന് ഇത്ര അടുത്ത് നിർത്താൻ വേണ്ടി പറ്റില്ല. നിർത്തുന്നതിനല്ല, നമുക്ക് കുറച്ച് നേരം റെസ്റ്റ് ഉണ്ട്. ഉച്ചയ്ക്ക് വെയിലത്ത് ചൂടും കൊണ്ടിങ്ങനെ പോകണ്ടല്ലോ, നല്ല രസമാണ് കേട്ടോ അവരെ കാണാൻ. പക്ഷേ ഈ നേരം വരെ ഇവിടെ ഒന്നും പ്രത്യേകിച്ചൊരു കൃഷിയോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല. വളരെ കാര്യമായിട്ട് കിടക്കുവാണ്. കാര്യം എന്ന് പറഞ്ഞാൽ കൃഷിയില്ലാതെ കിടക്കുവാണ് കേട്ടോ, അതാണ് ഉദ്ദേശിച്ചത്. ഇവിടെ ഇങ്ങനെ ഒരു കാട്ടിൽ നിർത്തിയേക്കാണ്. കാടല്ല, നമ്മളെ ഹൈവേൻ്റെ തൊട്ടടുത്താണ് കേടാ.
നമ്മൾ ഭക്ഷണം കഴിക്കുകയാണ്. ഞാൻ കുക്കും ഭക്ഷണം കഴിച്ചിട്ടില്ല. അവൻ ബാക്ക് ഡോറൊക്കെ തുറന്നിട്ടുണ്ട്. നമ്മളുടെ ഭക്ഷണം എടുക്കണം. നമ്മളുടെ വെള്ളം ഏതാണ്ട് കഴിയാനായി. ഇന്നത്തേക്ക് ഉണ്ടാവും വെള്ളം കുറച്ചുള്ളൂ. എവിടെ നിന്ന് കിട്ടുക? നോക്കേണ്ടി വരും. മുമ്പോട്ട് പോയാൽ കിട്ടുമോ? കിട്ടേണ്ടി വരും. ശുഭാർത്ഥി വിശ്വാസം. അതെ. കിട്ടിയില്ലെങ്കിൽ നമ്മൾ മൂഞ്ചാൻ പാടില്ല നമുക്ക് കിട്ടണം. ഞാനും കുക്കും ഇങ്ങനെ പോയിക്കൊണ്ടേ ഇരിക്കുവാണ്. ഇങ്ങനെ നിർത്തിയുണ്ട്. ഞങ്ങളിപ്പോൾ അവിടെ നിന്ന് ഇങ്ങനെ ബ്രിഡ്ജ് കയറി പോന്നു. ബേക്കറി കാണുന്ന ബ്രിഡ്ജ് ഉണ്ടല്ലോ, അവിടെ കയറിയിട്ട് അങ്ങനെ പോരുവാണ്. അപ്പോൾ ഇതിലിങ്ങനെ ഒരു വഴിയുണ്ട്, അതുവഴി പോവുകയാണ് അല്ലേ ഉക്കോ? അവിടെ എന്താണ് നമുക്കറിയില്ലല്ലോ. അവിടെ സംഭവം ഒരു നദിയുടെ തീരത്തേക്കാണ് നമ്മൾ പോകുന്നത്. നദീതീരം പറ്റുമോ? വഴിയൊക്കെ കണ്ടില്ലേ? പക്ക ഓഫ് റോഡാട്ടോ, പക്ക ഓഫ് റോഡാണ്. ഇതിലൊക്കെ വണ്ടികൾ പോക്കുണ്ടോ ചോദിച്ചാൽ പോക്കുണ്ട്, പോക്കില്ല ചോദിച്ചാൽ ഇല്ല. അയ്യോ, ഇതൊരു നായൊക്കെ ഓടിപ്പോണോ? അയ്യോ, പഞ്ചറാവോ? കാരണം അവിടെ ഒക്കെ ജതി കാര്യൊക്കെയാണ്. പഞ്ചറൊക്കെ ആവാൻ സാധ്യത ഉണ്ട്. റോഡാണ്. ഞാനിപ്പോ ഇരുന്ന് കുലുങ്ങുവാണത്. ഒരു മണ്ണിട്ട പഞ്ചായത്ത് റോഡാണ്. ധാരാളം ചെയ്യാതെ ഇത് ഞങ്ങൾ എത്തുന്നത് എടുക്കാന്നുള്ളത് നല്ല രസമാണ്. നമ്മൾ പോയിരുന്നത് ഈ ഒരു പാലത്തുമൂടെയാണ്. ഇതുകൂടെയാണ് നമ്മൾ പോയിരുന്നത്. നമ്മൾ എത്തിക്കണ്ട ഒരു നദിക്കരയിലേക്കാണ് നമ്മൾ എത്തിയിട്ടുള്ളത്. മനോഹരമായിട്ടുള്ള സ്ഥലമാണ്. ഇതിലൊക്കെ ഇങ്ങോട്ട് വീടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇതിലൊക്കെ പോയി കഴിഞ്ഞാൽ ഇനി അവിടെയൊക്കെ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ വരുമോ എന്താ അറിയില്ല. ഓ മക്കളെ, നല്ല കാറ്റിലപ്പോ, നല്ല കാറ്റ്, നല്ല തണുത്ത കാറ്റുമാണ്. നല്ല രസമുണ്ട് ഇതിലെ പോകാൻ വേണ്ടിയിട്ട്. ഓ അടിപൊളി. ഇവിടെ പ്രത്യേകിച്ച് ഒരു പരിപാടിയില്ല. മീൻപിടുത്തോ അല്ലെങ്കിൽ അതിന് ബോട്ടിങ്ങോ കാര്യങ്ങളോ അങ്ങനെ ഒന്നും ഇവിടെ കാണാനില്ല. ഇത് റോഡ് അങ്ങനെ പോകുന്നുണ്ട്. അവിടെ റോഡ് അടഞ്ഞു, ഇവിടെ വഴി അടഞ്ഞു പോയി. അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് തിരിക്കുവാണ്. ഇനിയിപ്പോൾ നമ്മൾ അങ്ങോട്ട് പോകണില്ല. കാരണം എന്താ വെച്ചാൽ നമ്മളറിയാത്ത ഏരിയ അല്ലേ. എന്നാ വ്യൂ! നമ്മൾ നല്ല കാറ്റുമാണ്. സുന്ദരമായൊരു സ്ഥലമാണ്. നല്ല രസമാണ്. ഇവിടെയൊക്കെ വല്ല നായ്ക്കളെയൊക്കെ ഇങ്ങനെ വേട്ടയ്ക്ക് വേണ്ടി വളർത്തുന്നുണ്ടെങ്കിൽ അവരൊക്കെ നമ്മൾക്ക് പണി തരാൻ സാധ്യതയുണ്ട്. തീർച്ചയായും. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് വീഡിയോ കാണുന്ന ആളുകളൊക്കെ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ, സപ്പോർട്ട് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, ലൈക്ക് ചെയ്യാൻ, കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഞാനും കുക്കും ഈ ഒരു ചെറിയ ഓട്ടോറിക്ഷയും കൊണ്ട് നാട് തണ്ടാൻ വേണ്ടി ഇറങ്ങിയതാണ്. നാടർ തണ്ടട്ടെ. സ്കൂളൊക്കെ കൂട്ടിയല്ലേ? ഇനിയിപ്പോൾ കുട്ടികളെ കാണുന്ന പോകാമല്ലോ കുക്കൂര്. അപ്പൊ അംഗനവാടിക്കല്ലേ? അംഗനവാടിക്ക് ഞങ്ങൾ ഹൈവേയിൽ തന്നെ കയറി നോക്കട്ടെ. ഇനിയിപ്പോൾ എന്താ ഇതിലങ്ങനെ പോകട്ടോ. വഴി അങ്ങനെ പോകുന്നുണ്ട്, ധാരാളം ദൂരം പോകുന്നുണ്ട്. പിന്നെ നമ്മൾ അതേപോലെ തന്നെ ആ സൈഡും പോകുന്നുണ്ട്. പക്ഷേ നമ്മൾ പോകുന്നില്ല. ഇവിടെ ഉണ്ട്, ഇവിടെ ഈ ഒരു ബ്ലോക്ക്, ഇത് ബ്ലോക്ക് തന്നെയാണ്. 2-3 പട്ട നിൽക്കുന്നുണ്ട്. ഈ ഒരു പട്ടേനെ മാത്രമാണ് നമുക്ക് ഒഴിവാക്കി പോയത്. അതിൻ്റെ അപ്പുറത്തും ഉണ്ട് അതേപോലെ നിൽക്കുന്നത്. അതിൻ്റെ അപ്പുറത്തും ഇപ്പോൾ വൈകിക്കാണ്. അപ്പോൾ ഇതിൽ വല്ലാതെ വണ്ടികളൊന്നും പോക്കുണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മളിവിടെ തിരിച്ചിട്ട് നേരെ ഹൈവേ കയറാം. ഓക്കെ ഗൈസ്, വെള്ളത്തിന് വേണ്ടി പാടുപെട്ടുകൊണ്ടിരിക്കുവാണ്. അപ്പോൾ ലാസ്റ്റ് SRൻ്റെ പമ്പിൽ നിന്നും കിട്ടിയിട്ടുണ്ട്. എന്നെടുക്കാനാണ് അവർ പറയുന്നത്. എന്താ മട്ടാവോ വെള്ളം. കുഴപ്പമില്ല, കൊണ്ടുവാ. ടേസ്റ്റൊന്നും വലിയ വ്യത്യാസമൊന്നുമില്ല. കാരണം എന്താ വെച്ചാൽ ഇവിടെ ഇത് കുറച്ച് വെള്ളമുള്ള ഏരിയയാണ്. ഇവിടെ കോയിൻ ബൂത്തും കാര്യമൊന്നുമില്ല. അപ്പോൾ നമ്മൾ ആന്ധ്രയിലും അതുപോലെ തന്നെ കർണാടകത്തിൽ കൂടെ ഒക്കെ പോയപ്പോൾ ആന്ധ്രയിൽ അവരുടെ വില്ലേജിൽ കൂടെ വരെ വെള്ളം കൊണ്ടുവന്നിരുന്നു. അതുപോലെ തന്നെ കർണാടകത്തിൽ തന്നെ ഈ 5 രൂപ കോയിൻ ഇട്ടാണ്ട് വെള്ളം എടുക്കാനുള്ള സിസ്റ്റമൊക്കെ ചെയ്തു. പക്ഷേങ്കിൽ ഇവിടെ അത്യാവശ്യം വെള്ളമുണ്ട്. കാരണം ഒരുപാട് കായലുകളും നദികളൊക്കെ ഉള്ളൊരു ഏരിയയാണ് ഈ ഒരു ഏരിയ എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ ഒരുപാട് വീടുകളിൽ കിണറുണ്ട്. ഒരുപാട് വീടുകളിൽ കിണറുണ്ട്. അപ്പോൾ ഇത്തരം വാട്ടർ ബൂത്തുകളൊന്നും ഇവിടെ ഇല്ല കേട്ടോ. കോയിൻ കൊടുത്താണ്ട്. അപ്പോൾ അതുപോലെ ഇതൊന്നും എടുക്കാനാണെന്ന് അവർ പറഞ്ഞത്. ഇത് പിന്നെ ഫിൽറ്റർ ചെയ്ത വട്ടം തണുത്ത വെള്ളം. ഒരു കുപ്പി തണുത്ത വെള്ളം എടുക്കണം നമുക്ക്. അതായത് ഇതിത്തെ വെള്ളം ഇപ്പോൾ ഞാൻ ഒന്ന് കുടിച്ച് നോക്കി. അതും ഇതും ഒക്കെ ഒരേ ടേസ്റ്റ്. ഞാൻ ഇതിന് നല്ല ഫിൽറ്റർ ചെയ്താൽ വരുന്നത്. അതും നല്ലത്. എന്താ തണുപ്പിച്ചാൽ വരുമോ? വേറെ പ്രത്യേകിച്ചൊന്നും ചെയ്തിട്ടില്ല. അത് അതുകൊണ്ടോ ഒരാൾ വന്നിട്ട് ആ പോണേ 2 ഉണ്ട്. 2 പോലെ തന്നെ
കുക്കു വന്നു കുക്കു പറഞ്ഞ് വിളിച്ചാണ് പോയതാക്കണേ എല്ലാം ആക്കിയാൽ മതി അവിടെ വെച്ചടാ കേനടെ വെച്ചടാ അത് കജ്ജി പോയിട്ടല്ലേ വറ്റിയൊക്കെ ഒട്ടിച്ചേണ്ടി വരും ഇപ്പോൾ ഏകദേശം ഒരു 5 മണിയൊക്കെയാണ് സമയം. ഇപ്പം എവിടെ എത്തിയെന്ന് ചോദിച്ചാൽ കറക്റ്റ് അറിയില്ല. ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് പറഞ്ഞു എവിടെ എത്തിയെന്ന്. ഒറ്റയാൻ പാതയിലൂടെയാണ് നമ്മൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് നമ്മുടെ നാട്ടിലൂടെ പോകുന്ന പോലെ തെങ്ങ് കഴുകി അങ്ങനെ കംപ്ലീറ്റ് സാധനമുണ്ട്. ഈ വെള്ളമില്ലാത്ത ഏരിയയിലാണ് ഇങ്ങനത്തെ വെള്ളം കൊടുക്കുന്നത്. പക്ഷേ നമുക്കറിയില്ലല്ലോ. അതായത് നമ്മൾക്ക് നാളല്ല മറ്റന്നാ വരെ പിടിച്ച് നിൽക്കാനുള്ള വെള്ളം കിട്ടിയിട്ടുണ്ട്. അതെ പമ്പൊന്നാണ് കിട്ടിയിട്ടുള്ളത്. പ്രത്യേകിച്ച് ഇന്നും തന്നെ നമുക്ക് ഇവിടേക്ക് പോകാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല കേട്ടോ. ഇവിടേക്ക് പോകാൻ വേണ്ടി കഴിയാത്തതിന് ഒരുപാട് കാരണങ്ങളുണ്ട്. ഇനിയിപ്പോൾ ഇന്ന് നമ്മളുടെ സ്റ്റേ അത് എവിടെയാവും എന്നാണ് നമുക്കറിയാത്തത്. ബീച്ചാണല്ലോ. ഓ മക്കളെ ആ സൈഡ് കാണണം ഫുള്ള് ബീച്ചാണ്. അതാ നമ്മളെ മുന്നിൽ തന്നെയല്ലേ ബീച്ച്. ഉപ്പൂവിനെ കടൽ കാണിച്ചു കൊടുക്കണം. എന്നെ ഒന്ന് കടൽ കാണിക്കൂ. ഓ തിരയടിച്ച് കടൽ കലിതുള്ളി വരുന്നു. ഓ മൈ ഗോഡ്, അടിപൊളി അടിപൊളി അടിപൊളി. ഇതാണ് ഈവനിങ് വ്യൂ എന്ന് പറയുന്നത്. ഗോവയിലേക്കൊക്കെ റോഡ് ട്രിപ്പ് ചെയ്ത ആളുകൾക്കും അതുപോലെ തന്നെ ഇതുവഴി റോഡ് ട്രിപ്പ് ചെയ്ത ആളുകൾക്കൊക്കെ ഈ റൂട്ട് ഈ ഒരു സ്ഥലം എത്തുമ്പോൾ പ്രത്യേകിച്ച് ഓർമ്മ വരും. കാരണം അത്രയും ദൂരം ഈ ഒരു ബീച്ച് നമ്മുടെ കൂടെ ഉണ്ടാവും. ഞാൻ ഒരു പ്രാവശ്യം ഗോവയിലേക്ക് പോയപ്പോൾ എനിക്ക് അന്ന് ഇതൊരു അത്ഭുതമായിരുന്നു. ഇത്രയും അധികം ദൂരം ഈ ഒരു കടൽ നമ്മളുടെ കൂടെ ഉണ്ട് എന്നുള്ളത്. ഒരുപാട് പേര് കടലിൽ ഇറങ്ങി കേട്ടോ. നമുക്ക് ഇറങ്ങണോ? നമുക്ക് ഇവിടുന്ന് അവിടെ വരെ കൂടെ പോവാല്ലേ? ഞാൻ പറഞ്ഞതുപോലെ ഈ റൂട്ട് അധികം എല്ലാവർക്കും ചെയ്യും. ഈ റൂട്ടല്ല ഈ സ്ഥലം ഇതുവഴി വന്ന ആളുകൾക്കൊക്കെ മറക്കാൻ പറ്റാത്തൊരു സ്ഥലമാണ്. ഞാൻ കുക്കുവിനെ അവിടേക്കൊന്ന് കൊണ്ടുപോയി കാണിക്കട്ടെ. കുക്കു ഇന്നെയാണ് കൊണ്ടുപോയി കാണിക്കുന്നുണ്ട്. കടൽ കണ്ടാൽ പിന്നെ നമ്മളൊന്നോട്ട് ഇറങ്ങണം. ഞങ്ങളിപ്പോൾ ഒരുപാട് കണ്ടിട്ട് കാസർഗോഡൊക്കെ കണ്ടിരുന്നു. പക്ഷേ എങ്കിൽ നമ്മൾ അവിടെ ഒന്നും ഇറങ്ങിയില്ല. ഇവിടെ ആകുമ്പോൾ നല്ല കാറ്റുണ്ട്, നല്ല ആളുകളുണ്ട്. നമ്മൾക്ക് ഇവിടെ ഒരു ഒഴിഞ്ഞൊരു ഏരിയ ഉണ്ട്, അവിടെ നിൽക്കാം. മണലിലൂടെ നടന്നിട്ട് കാലൊക്കെ പൂന്തറാക്കുന്നത്. കുക്കു അതപ്പാറി നടക്കണേ. ഓ ഒരു പാട്ട് വേണമല്ലോ കുക്കോ. യാ കടലിനായങ്ങളിൽ പിടിച്ചോ തെര പിടിച്ചോ. എന്നാള് പറഞ്ഞ പോലെ തെര പിടിച്ച. ഓ കടല് പൊളിയാട്ടാ. കടലമ്മേ. സൂര്യാസ്തമയം ആകാനായിട്ടോ. സൂര്യാസ്തമയം കാലുമ്പോ ഞാൻ വെള്ളം ആക്കൂല ഞാൻ. അത്രയ്ക്കോ ഇല്ല, ആക്കൂല. കാലുമ്പക്ക് വെള്ളം ആക്കൂല തന്നെ. പോട്ടെ ആട് പോടെ റൂസ്. അല്ലാത്തയായി ഇടയ്ക്കിടയ്ക്ക് വണ്ടീൻ്റെ അടുത്തേക്ക് നോക്കണം. നമ്മളുടെ വണ്ടി ഇതാണ്ട് അവിടെ കിടക്കണം. അവിടേക്ക് ഇടയ്ക്കിടയ്ക്ക് നോക്കണം. കാരണം എന്താ വെച്ചാൽ അങ്ങനെ ഇട്ടേക്കുമല്ലേ, ആർക്കും എന്തും വേണമെങ്കിൽ കാട്ടാം. അവിടെയൊക്കെ എന്താ വാട്ടർ സ്പോർട്സും കാര്യമൊക്കെ നടക്കുന്ന ഒരു ഏരിയയാണ് ആ ഒരു ഏരിയ എന്നൊക്കെ പറയുന്നത്. അവിടെയൊക്കെ എന്തൊക്കെ ചെറിയ ആക്ടിവിറ്റീസൊക്കെ നടക്കുന്നുണ്ട്. നമ്മൾ അവിടേക്കൊന്നും പോകുന്നില്ല. നമ്മൾ ഇതുപോയി അങ്ങനെ പിടിക്കും. നമുക്കൊരു സ്റ്റേ കിട്ടണമെന്ന്. സ്റ്റേ എവിടെ കിട്ടുമെന്ന് അറിയില്ല. പോവാല്ലേ? അപ്പോൾ ഞങ്ങൾ കടലിൽ നിന്ന് പോവുകയാണ് അല്ലേ? കടൽ കണ്ടിട്ടുമ്പോൾ രണ്ടാമത്തെ ട്രിപ്പ്, കഴിഞ്ഞ ട്രിപ്പ് ഇതേപോലെ നമ്മൾ കടൽ കാണാൻ വേണ്ടി പോയി. അപ്പോൾ ഇവിടെ നല്ല പൂന്തലുണ്ട് കേട്ടോ. ഞങ്ങൾ കടലിൻ്റെ അടുത്ത് പോവുമായിരുന്നു കേട്ടോ. പക്ഷേങ്കിൽ ഓരോ ഗ്ലാസ് കട്ടൻ അടിച്ചിട്ട് പോവാന്ന് കരുതി. കട്ടൻ മാത്രമല്ല, നമുക്ക് കഴിക്കാൻ എന്താ ബ്രെഡ് ഉണ്ടല്ലേ, ബ്രെഡും കഴിക്കാം. കാരണം ഈവനിങ് ടീ ആണത്. വൈകിട്ടുള്ള ചായ അത് നിർബന്ധമാണ് നമ്മൾ കുടിക്കണം. അത് ചായ ചൂടാറിയില്ല എപ്പോഴും. നമ്മൾ രാവിലെ ഉണ്ടാക്കി ഫ്ലാസ്കിൽ വെച്ച് ചായയാണ്. ഇപ്പോഴും ചൂടാറിയില്ല. നല്ല സുലൈമാനി, നല്ല കാറ്റ്, കടല്, ബ്രെഡ്. പിന്നെ ഞങ്ങൾ കണ്ടോളും
എന്നാ വൈബത്. ഇവിടെ ഇരുന്ന് ഇങ്ങനെ കടലിലേക്കും നോക്കി. ഇതൊക്കെ എപ്പോഴേലേക്ക് കിട്ടുന്ന, നമ്മളടുത്ത് കടലില്ലാത്ത ആളുകൾക്ക് എപ്പോഴേലേക്ക് കിട്ടുന്നൊരു സുവർണ്ണ അവസരമാണ്. ഞങ്ങളത് മുതലാക്കുകയാണ്. ഇതൊക്കെ അല്ല പിന്നെ ഞാൻ പറഞ്ഞ പോലെ ഇത് നമ്മളുടെ കൂടെ ഇങ്ങനെ ഒരു 2 കിലോമീറ്റർ ഒക്കെ ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ 1 കിലോമീറ്ററിന് മേലെ എന്തായാലും ഉണ്ട്. നമ്മളെ കടൽക്കരയിലൂടെ നമ്മുടെ വണ്ടി കൊണ്ട് അങ്ങനെ പോവാം. തൊട്ടപ്പുറത്ത് കടലാണ്, ഇതിലൂടെ നമുക്ക് അങ്ങനെ പോവാം. ഒരുപാട് ആളുകളാട്ടോ കടൽ കാണാൻ വേണ്ടിയിട്ട് ഈ ഒരു ടൈമിൽ ഇവിടെ നിർത്തിയിട്ടുള്ളത്. ധാരാളം പേരാണ്. അങ്ങനെ ഒരുപാട് പേര് കുളിക്കുന്നുണ്ട്. കുളിക്കാനൊക്കെ പറ്റിയ വലിയ ആയം ഇല്ലാത്തൊരു ഏരിയ ആണത്. അതുകൊണ്ട് തന്നെ കടലിലേക്ക് ഇറങ്ങിയെന്ന് കരുതിയ പ്രശ്നമൊന്നുമില്ല. പിന്നെ ഗാർഡ്സ് അങ്ങനത്തെ പ്രോബ്ലം ഒന്നുമില്ല, അങ്ങനത്തെ ആളുകളൊന്നുമില്ല, ശ്രദ്ധിക്കാൻ ആരുമില്ല. അപ്പോൾ അതുകൊണ്ട് അത്രയും ആയം കുറവായിരിക്കാം എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. അതിൽ മത്സ്യബന്ധനത്തിനൊക്കെ ഒരുപാട് പേര് വഞ്ചിയായിട്ട് ഇറങ്ങിയിട്ടില്ല, തോണിയായിട്ടൊക്കെ മീൻ പിടിക്കാനായി. ഗോവയിലേക്ക് പോകുമ്പോൾ തികച്ചും ശൂന്യതയേറിയൊരു സ്ഥലമാണ്. അതായത് കണ്ടത് ഫോറസ്റ്റ് വൈബ് ഏരിയ ആണ്. ഫോറസ്റ്റ് നല്ലതാണ് മനസ്സിലാക്കണം. നല്ല പച്ചപ്പൊക്കെ ആയിട്ടും കശുമാവിൻ തോട്ടവും അങ്ങനെയൊക്കെ ഉണ്ട് ഇതിൽ. നല്ല രസമാണ് കാണാൻ. അപ്പോൾ ഇന്നത്തെ നമ്മളുടെ സ്റ്റേ എന്ന് പറയുന്നത് ഈ കാണുന്ന പറമ്പിലാട്ടോ. ഈ കാണുന്ന പറമ്പ് എന്ന് പറഞ്ഞാൽ ഇതൊരു ധാബയാണ്. ഈ ധാബയിൽ പക്ഷേ വണ്ടികളൊക്കെ കുറവാണ്. ആകെ ഒരു വണ്ടിയുള്ളൂ. പിന്നെ നമ്മളോട് അവർ പറഞ്ഞു നിങ്ങളെ വണ്ടി അങ്ങോട്ട് കയറ്റിയിട്ട് അവിടെ നിർത്തിക്കോ, കുഴപ്പമില്ല എന്ന് പറഞ്ഞു. നമ്മളെന്തായാലും ഇവിടെ നിർത്തിയിട്ടുണ്ട്. കണ്ടോ മിന്നി തിളങ്ങുന്ന ലൈറ്റൊക്കെ ഇട്ട് സെറ്റാണ് സംഭവം. പക്ഷേങ്കിൽ എനിക്ക് എന്തോ ഒരു ഉൾക്കുത്തലുണ്ട് ഇവിടെ. എനക്കുണ്ടോ? എന്തോ ഒരു ഉൾക്കുത്തുണ്ട്. കാരണം ഇവരെ ഷട്ടർ താത്തിരിക്കുവാണ്. ഇവരെ ഷട്ടർ താത്തി കിടക്കാവും. പിന്നെ നമ്മൾ മാത്രമാവും ഇവിടെ. അങ്ങനത്തെ ഒരു ചെറിയൊരു ശങ്ക ഉണ്ട് എനിക്ക് അല്ലേ. ഇവിടെ ആളും മനുഷ്യന്മാരില്ല. ഇവിടെ ആളും മനുഷ്യന്മാരില്ല, വേറെ ആരും ഇല്ലല്ലോ. ഐ തിങ്ക് അബൌട്ട് പെട്ട് പോകുമോ എന്തപ്പ ചെയ്യാ. ഒരു എക്കച്ചക്ക മൈൻഡിൽ നിൽക്കുകയാണ്. എന്തായാലും ഞങ്ങൾ ഇവിടെ തൽക്കാലം ഇവിടെ നിൽക്കുകയാണ്. ഞങ്ങളുടെ പ്ലാൻ മാറും അറിയില്ല. ഇതുവഴി അങ്ങോട്ടാണ് നമുക്ക് പോകേണ്ടത്. അതാണ് ഗോവ സൈഡ്, മുംബൈ ഗോവയൊക്കെ പോകുന്നത് ഈ റൂട്ടാണ്. ഇതിലെ പോന്നു കഴിഞ്ഞാൽ നമുക്ക് നേരെ നമ്മൾ വന്നിടത്തേക്ക് തന്നെ വരാം, നാട്ടിലേക്ക് വരാം. എന്തായാലും ഈ ഒരു വീഡിയോ ഞങ്ങളിവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യണം. നാളെ രാവിലെ കാണിച്ചു തരാം ഞങ്ങൾ എവിടെയാണ് കിടന്നത്. ഇവിടെയാണെങ്കിൽ ഇവിടെ നിന്ന് സ്റ്റാർട്ടാവില്ല, വേറെ എവിടെയാണെങ്കിൽ അവിടെ നിന്ന് സ്റ്റാർട്ടാക്കി കാണിച്ചു തരാം കേട്ടോ. ഓക്കെ ബൈ.